കർത്താവായ നീയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നീ ഗ്രഹിക്കുകയും നീ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ സന്നിധനായ ഈ ഒരു ദൈവമല്ലാതെ സ്വർഗത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. ഈ ഒരു കർത്താവല്ലാതെ നിന്നെ കരം നീട്ടി രക്ഷിക്കുവാൻ കഴിവുള്ള വേറൊരു കർത്താവില്ല എന്ന് നീ ഹൃദയത്തിൽ ഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് നീ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഉറപ്പിക്കുമ്പോൾ നീ ചോദിക്കുന്ന എന്തിനും ഉത്തരം നൽകുന്ന, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന, നിന്നെ കരം നീട്ടി രക്ഷിക്കുവാൻ കഴിവുള്ള ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. റോമാലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം പറയുകയാണ്, യേശു കർത്താവാണെന്ന് നീ അതരം കൊണ്ട് ഏറ്റുപറയുക. ക്രിസ്തു അവൻ കർത്താവാണ്, യേശു കർത്താവാണെന്ന് നീ അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ തന്നെ, നീ നാമം ഉപയോഗിക്കുമ്പോൾ തന്നെ നിന്നിൽ വിടുതലും സൗഖ്യവും ലഭിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരംഭത്തില് ഞാനൊരു വചനം പറഞ്ഞിരുന്നു. ഹബൂക്കിന്റെ പുസ്തകത്തില് 1-ാം അധ്യായം 5-ാം തിരുവചനം, ജനതകളിലേക്ക് നോക്കി വിസ്മയഭരിതരാകുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നോക്കി വിസ്മയഭരിതമാകുന്ന പ്രവൃത്തികൾ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച ചില പ്രവൃത്തികൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് സാക്ഷ്യമായിട്ട് കേൾക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രത്യേകിച്ച് അതിനു മുമ്പായിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഈ ബുക്കില് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനകള് ഇവിടെ പല മക്കളും വന്ന് സാക്ഷ്യം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങളിൽ ശക്തമായിട്ട് വിടുതലുകൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു വ്യക്തി നോർത്താംപ്ടണിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർ വന്നതാണ് ഇവിടെ. ഹല്ലേലൂയ. അവർക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചതിന് അവർ കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ബുക്കിൽ എഴുതിയ സാക്ഷ്യങ്ങളെ കുറിച്ച് അവർ കേട്ടു. അങ്ങനെ അവരുടെ ഒരു നിയോഗം 6 മാസമായിട്ട്, അത് സഹോദരൻ തന്നെ ഇപ്പൊ സാക്ഷ്യം പറയും, 6 മാസമായിട്ട് തളർന്നു കിടന്ന ഒരു സഹോദരന്റെ അപ്പച്ചനെ ഇതിനു വേണ്ടി സഹോദരൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങളെ പോകുന്നതിന് മുമ്പ് അവർ കുടുംബമായി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കർത്താവ് ഇങ്ങനൊരു സന്ദേശം കൊടുത്തു, ഈ വചനങ്ങൾ പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക, ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. 6 മാസമായിട്ട് അങ്ങനെ അത് പറയുകയാണ്. ആ ദിവസം തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മണിക്കൂറുകളിൽ തന്നെ അവിടെ സൗഖ്യമുണ്ടായി. ഈ വ്യക്തി എഴുന്നേറ്റു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് തന്നെ ആ സാക്ഷ്യം പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഫാദർ 6 to 7 months പുള്ളിക്ക് പാർക്കിൻസോൺസ് ഉണ്ടായിരുന്നു. പുള്ളി ഡയബറ്റിക് ആയിരുന്നു. അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് പുള്ളി കട്ടിലിൽ നിന്ന് എണീക്കത്തില്ലായിരുന്നു. 3-4 പേര് പിടിച്ചാലേ എണീക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഡിസംബറിൽ ഫാദർ ICUലായിരുന്നു, അഡ്മിറ്റായിരുന്നു. അപ്പം അത്യാവശ്യമായിട്ട് മമ്മി ഒളിപ്പിച്ച് പോയി വീട്ടിൽ വന്നു. എല്ലാ ദിവസവും എന്താ പറയുക, ചർച്ച എണീക്കത്തില്ല, കത്തീഡ്രലിലാണ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നൈറ്റ് വിഷനിൽ വന്നപ്പം പൊളിച്ചേട്ടനോട് വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പൊളിച്ചേട്ടൻ പറഞ്ഞു, മിഖ 7:8 ഹെബ്രായ 4:12 വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ പപ്പ മമ്മിയെ പിടിച്ചെണീപ്പിച്ച് അനിയനും കൂടി തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ പാലാ വരെ പോയി. അവിടെ പിന്നെ നമ്മുടെ അവിടെ ഒരു പള്ളിയുടെ മുത്തപ്പൻ്റെ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. നടന്നു പുള്ളി ഒരു വർഷങ്ങളായിട്ട്, അതായത് 6 മാസമായിട്ട് എണീക്കാതെ നടന്ന ഫാദർ ഇപ്പം 2 പേര് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി എണീറ്റ് നടക്കും. പുള്ളിക്ക് വളരെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരുമാതിരി എല്ലാം മാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഇപ്പോഴും പക്ഷെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ എഴുതിയിട്ട് നമ്മുടെ ഹൃദയം തുറന്ന് ഇതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് കർത്താവ് കേൾക്കുന്നുള്ളൂ. വലിയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വേറെ ഒരു ശക്തിക്കും, അതാണ് നമ്മൾ ഇപ്പോൾ കേട്ട
രക്ഷിക്കുവാനോ നിന്റെ പ്രാർത്ഥന കേൾക്കുവാനോ സാധിക്കില്ല. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ഈ ദൈവത്തിനല്ലാതെ സാധിക്കില്ല. അതാണ് നമ്മൾ കേട്ട സാക്ഷ്യം. ഈ ദൈവത്തിന്റെ വചനം ശരീരത്തിലേക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ 6-7 മാസമായിട്ട് നടക്കാത്ത ചലനമില്ലാത്ത വ്യക്തിയിലേക്ക് ചലനമുണ്ടായി. ഹല്ലേലൂയ. എബ്രായർ 4:12 വചനം അതാണ് പറയുക. എബ്രായർ 4:12 വചനം, നീ നിന്റെ സന്ധ്യബന്ധങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന ഈ വചനം സന്ധ്യബന്ധങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ രീതിയിൽ അത്ഭുതമുണ്ടായി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഡോക്ടർ രഘു വന്നിട്ടുണ്ടോ? ഡോക്ടർ രഘു വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ രഘു ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് എന്തോ ഡ്യൂട്ടിയുടെ സാഹചര്യത്തിൽ വരാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ രഘു ഫാമിലി നമുക്കറിയാം, ക്രിസ്ത്യാനി, പുതുതായിട്ട് ക്രിസ്ത്യാനി ആയതാണ്. രഘു ബ്രാഹ്മണൻ ഫാമിലിയാണ്. അവരെ നാട്ടിലെ സഹോദരി ചന്ദ്രകല എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം ക്യാൻസർ ഒക്കെ ആയിരിക്കും എന്നുള്ള നിഗമനവും ചെക്കിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ പല മക്കളും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ക്യാൻസറും ശരീരത്തില്ലെന്നൊക്കെ പറഞ്ഞു. കർത്താവ് അങ്ങനെ വലിയ വിടുതലൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അതിന് ശേഷമാണ് അറിയുക ആ വ്യക്തിക്ക് വേറെ ഒരു ശാരീരിക അസ്വസ്ഥത കൂടി വന്നു. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതും പ്രാർത്ഥിച്ചു. അതിനൊക്കെ വലിയ വിടുതൽ കിട്ടി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ പണികളും ഇങ്ങനെ ഓടി നിർമ്മിച്ച്, അപ്പൊ ശ്വാസം മുട്ടോ എന്തോ BP തീരെ ഡൗൺ ആയിട്ട് പോയി. അങ്ങനെ ഒരു ഉച്ച നേരത്തെ, എനിക്ക് തോന്നുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് വിളിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്കിന് വന്നിട്ട് കോള് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സഹോദരി ഇങ്ങനെ വയ്യാതെ കിടപ്പിലാണ്, മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ജോലി വിളിച്ച് പറഞ്ഞു, കൂട്ടായ്മയിൽ പെട്ടെന്ന് അറിയിക്കാൻ, ഞാൻ ഡ്യൂട്ടിയിലാണ്, നമുക്ക് എല്ലാവർക്കും വചനം പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഹോദരനിലേക്ക് ഈ വചനം പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. ആ സഹോദരൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് മെസ്സേജ് ഇട്ടേക്കാണ്, കർത്താവിന് ഞാൻ നന്ദി പറയുന്നു, കാരണം ഒരു മെഡിസിനും എടുക്കാതെ തന്നെ BP നോർമലായി ആ ICUവിൽ നിന്ന് അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം ആ ശരീരത്തിലേക്ക് ക്ലെയിം ചെയ്ത് ഇവിടെ കുറെ മക്കൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവവചനം ഒത്തിരി പേര് ആവർത്തിച്ച് ദൈവവചനങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ വലിയ സൗഖ്യവും വിടുതലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടോ എന്ത് തളർച്ചയോ ഉണ്ടെങ്കിൽ ദൈവവചനം ഞാൻ ആ ആവശ്യത്തിലേക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലും സൗഖ്യവും ഉണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചേച്ചി മോളും സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ പേര് ട്വിങ്കിൾ. ഞാൻ ബ്രിട്ടനിൽ താമസിക്കുന്നു. എനിക്ക് എൻ്റെ ലിപ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു, വേദനയില്ലാതെ. അത് പിന്നെ അത് ഇങ്ങനെ വളർന്നു വരുമായിരുന്നു. അപ്പോൾ ജീപ്പിലെടുത്ത് പോയി 3 പ്രാവശ്യം കട്ട് ചെയ്ത് സ്റ്റിച്ച് ഇട്ടു. അത് എല്ലാ പ്രാവശ്യവും ഡോക്ടർ പറയും പിന്നെ വരത്തില്ല എന്ന് പറയും. പക്ഷെ പിന്നെ ഒരാഴ്ച കഴിയുന്നത് പിന്നെ ഗ്രോ ചെയ്യും. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ നൈറ്റിഷ്യനിൽ വന്നപ്പോൾ ഇവിടെ ബുക്കിൽ എഴുതി ഇട്ടു. അത് കഴിഞ്ഞ് ഇന്ന് വരെ വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്ന് നമുക്ക് അധികം സമയം എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ ബ്രിട്ടനിൽ താമസിക്കുന്നു. എനിക്ക് വളരെ പഴകിയ ഒരു നടുവിൻ്റെ വേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം എനിക്ക് വയറ്റിൽ അൾസർ ഉണ്ടാകുകയും ഒരാഴ്ചയോളം ഞാൻ വേദന മൂലം കിടപ്പിലാവുകയും ചെയ്തു. അൾസർ വേദപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ആകെ ഒരു മരപ്പുണ്ടായി. ഇടത്തെ കാലിനൊരു ബലക്കുറവ് അനുഭവപ്പെട്ടു. 10 മിനിറ്റിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പറ്റില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഡിസ്ക് സ്ലിപ്പായി, അതിന് നേഴ്സ് അതിൻ്റെ ഇടയിൽ ജാമായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഓപ്പറേഷൻ മറ്റുള്ള കൺട്രീസിൽ ചെയ്യുമായിരിക്കും, പക്ഷേ ഈ കൺട്രിയിൽ ഈ സിറ്റുവേഷനിൽ ഓപ്പറേഷൻ ചെയ്തില്ല. ഇനി ചെയ്താൽ തന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾക്ക് ഭാവിയിൽ കാരണമാകുമെന്നാണ്. ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു. ഓളിവർ തന്നെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ ബ്രദർ ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും
എന്നോട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൻ്റെ വിഷമം മാറുകയും ഒരു പ്രത്യാശ എനിക്കുണ്ടാകുകയും ചെയ്തു. ഇതിനോടൊപ്പം അനവധി ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പോളി ബ്രദറും ജോളി ബ്രദറും പിന്നെ എൻ്റെ മറ്റു ചില ഫ്രണ്ട്സും ഒക്കെ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ശരീരം പൊള്ളി പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പ്രാർത്ഥനയ്ക്ക് ശേഷം ബ്രദർ പറഞ്ഞു, ചേച്ചിയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി, ഇനി ചേച്ചി വിശ്വസിക്കുക മാത്രം ചെയ്യുക, മാതാവ് ചേച്ചിയെ താങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന്. ഞാനത് വിശ്വസിച്ചു. കഴിയുന്നത്ര സമയം പ്രാർത്ഥിച്ചു. കുറേശ്ശെയായിട്ട് എൻ്റെ ഇടത്തെ സൈഡിലുണ്ടായ മരവിപ്പും വീക്ക്നെസ്സും മാറി. ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ്. പക്ഷേ എനിക്ക് നടുവിൻ്റെ വേദന ഇതുവരെയും പോയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് യാചിക്കുന്നു. യേശുവേ നന്ദി. കുഷ്ഠം ബാധിച്ചിരിക്കുന്ന കുഷ്ഠരോഗികളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വെറുതെ പോയാൽ മതി. ഹല്ലേലൂയ. പോയിട്ട് രോഗിനെ തന്നെ കാണിച്ചു കൊടുക്കുക. കുഷ്ഠം ബാധിച്ചിരിക്കുക. 10 പേര് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ പോയി കാണിച്ചു കൊടുത്തോളാൻ. ദൈവം സംസാരിച്ചു. ദൈവം ആ വചനം പറഞ്ഞു. അവരത് വിശ്വസിച്ചു പോയി. ആ കുഷ്ഠം മാറി. കുഷ്ഠം എന്ന് പറഞ്ഞാൽ മരവിപ്പാണ്. അവിടെ സെൻസേഷൻ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ദൈവവചനം അങ്ങനെ ഇറങ്ങിച്ചെല്ലുക. ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോ പറയാൻ പറ്റാത്ത ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടോ, ജീവിക്കുന്ന ഈ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അങ്ങനെ നമ്മൾ വിളിച്ച വിളി കേൾക്കാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല നമ്മൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിളിച്ച വിളി കേൾക്കുന്ന ദൈവം. എന്റെ ഈശോയെ എന്ന് വിളിച്ചാൽ, ഇതാ പത്രോസ് വിളിച്ചില്ലേ, എന്റെ കർത്താവേ അവൻ മുങ്ങാൻ പോവുകയാണ്. പത്രോസിനോട് പറഞ്ഞു, താങ്ങിയിട്ടാ പറഞ്ഞേ, എടാ മോനെ, നീ എന്തിനാണ് ഈ അല്പവിശ്വാസിയായത്? ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിച്ചാ പോലെയായിരുന്നോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ വിശ്വാസക്കുറവാണ്. ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ ഉറപ്പിക്കുക. നിന്റെ മനസ്സും ശരീരത്തെല്ലാം വചനത്തിൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ മകന്റെ പേരിലേനോ അവൻ ഏകദേശം 1.5 വയസ്സുള്ളപ്പോൾ തൊട്ടേ ഞാൻ എക്സമാണെന്ന് പറഞ്ഞത്. ആദ്യം ഡോക്ടർമാർക്ക് അറിയില്ലായിരുന്നു എന്താന്ന്. പിന്നെ എക്സമയാണെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഡോക്ടറെ സോറിയാസിസ് തന്നു. പിന്നെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പല മരുന്നുകളും തന്നു. ആന്റിബയോട്ടിക് കൊടുന്നു, സ്റ്റീറോയിഡ് തന്നു, വേറെ ക്രീംസ് എല്ലാം തന്നിട്ട് ഒന്നും കുറവില്ലായിരുന്നു. അപ്പൊ അവന് ഏകദേശം 4.5 വയസ്സുണ്ട്. ഇത്രയും നാൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ലായിരുന്നു. ജനുവരി തൊട്ട് ഞാൻ ഡിസംബർ തൊട്ട് നൈറ്റിൽ വരുമ്പോൾ ബുക്കിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അവന് നല്ല വ്യത്യാസം കണ്ടു. ഇപ്പം എന്നോട് എല്ലാ മാസവും എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി മാറാത്തതുകൊണ്ട് അത് മാറിയതാണോ എന്നുള്ള എൻ്റെ ഡൗട്ട്. എൻ്റെ വിശ്വാസക്കുറവുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, കിട്ടിയ അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയണം, ബാക്കിയുള്ള സംരംഭം നടത്തിക്കൊള്ളുക എന്നൊരു മെസ്സേജ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യമായി വന്നതാണ്. പിന്നെ വേറൊരു സാക്ഷ്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ബ്രദറിന് വേണ്ടി ഞാനൊരു ഇവിടെ ബുക്കിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദറിന്റെ പ്രമോഷന് വേണ്ടി കമ്പനിയിൽ പറഞ്ഞായിരുന്നു പ്രമോഷൻ തരാം. പക്ഷെ അത് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല. ഈ ബുക്കിൽ എഴുതിയിട്ടു. കഴിഞ്ഞ പ്രാവശ്യം അവര് പറഞ്ഞു ഒഫീഷ്യൽ ലെറ്റർ കൊടുത്തു, ഇൻഡക്ഷൻ കഴിഞ്ഞു, ഇപ്പൊ മാനേജർ പോസ്റ്റിലോട്ട് ജോലി കിട്ടി. ഇനിയുള്ള കാര്യങ്ങളും ദൈവത്തിന്റെ സഹായവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സങ്കീർത്തനം 118:5 ദുരിതങ്ങളിലാപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു. ഞാൻ നേരത്തെ ഇവിടെ സാക്ഷ്യം പറയായിരുന്നു. നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കൂട്ടി കഴിക്കുമ്പോഴാണ് സ്റ്റിറോയിഡ് കഴിക്കുമ്പോഴാണ് എനിക്കത് കുറഞ്ഞു കിട്ടുന്നത്. ഈ 3ാമത്തെ പ്രാവശ്യം എനിക്ക് കഴിഞ്ഞ 15-ാം തീയതി കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയിലൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവിടെ പൊളിച്ചോട്ടിനോടും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം വിളിച്ചു ചോദിച്ചു. ഈശ്വര പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനും ജിജുമോനും കൂടെ. അത് കഴിഞ്ഞ് ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടപ്പോഴത്തേക്കിന് 5 മില്ലിഗ്രാം സ്റ്റിറോയിഡ് കൂട്ട്, അത് കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ 3 മില്ലിഗ്രാം കൂട്ട്, എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ തിരിച്ചു വന്ന് കൂടുതലായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച 5ാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും പിന്നെയും കൂടുതലായിട്ട് അത് വേഴ്സായി. ഒന്നും തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വിൻസെൻ്റ് ബ്രദറിനോട് പറഞ്ഞു, വിൻസെൻ്റ് ബ്രദർ ഞാനും കൂടെ ലണ്ടനിൽ ഒരു നൈറ്റ് വിജിലിന് പോയി
എല്ലാവരും പറഞ്ഞ് നൈറ്റ് വിജിന് പോകുമ്പോഴത്തേക്കിനും ഉറക്കളച്ചിരിക്കുന്ന എല്ലാ കണ്ണിന് പിന്നെയും ബുദ്ധിമുട്ടാവുമെന്ന് പിശാച് പ്രത്യേകമായി തോന്നിപ്പിച്ച. പക്ഷേ ഈശോയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നൈറ്റ് വിജിന് പോയി പിറ്റേ ദിവസം രാവിലെ തൊട്ട് കണ്ണ് ബെറ്റർ ആകാൻ തുടങ്ങി. ഇപ്പോൾ ഈ കണ്ണിനെ മിക്കവാറും തന്നെ കാഴ്ച നന്നായിട്ട് തന്നെ തിരിച്ചു കിട്ടി. ദൈവത്തിന് 1000 സ്തുതി. പിന്നീട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അസുഖങ്ങൾ മൂലം ജോലിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി എല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സാക്ഷ്യം പറയാൻ പലപ്പോഴുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ഇനി തുടർന്ന് കൂടുതൽ സാക്ഷ്യം പറയിപ്പിക്കുന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് സാക്ഷ്യം പറയാം. ഞാൻ ഇപ്പൊ ഈ എന്താ പറയാ, ഈ ശരീരത്തിന്റെ ചൊറിച്ചിൽ എക്സിമ മാറി എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് പോരാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ജിൽസനും ഇപ്പൊ അവര് സാക്ഷ്യം പറയാൻ വേണ്ടി ആ സഹോദരി ഏൽപ്പിച്ചാണ്. ഞാനിപ്പോ അത് അവരെ കൂടി വിളിച്ച് സാക്ഷ്യം പറയിപ്പിക്കാത്തതിന്റെ കാര്യം നമുക്ക് സഭയില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ജിൽസനും പ്രിൻസിയും അവരുടെ കൂടെ വർഷങ്ങളായിട്ട് താമസിച്ച ഒരു വ്യക്തിയായിരുന്നു. അവർ ലണ്ടനിലുണ്ട്. ഒരു കഴിഞ്ഞ നൈറ്റ് വിജിലിന് മുമ്പ് നമ്മൾ വിളിച്ചു പറഞ്ഞു, കൊച്ചിന്റെ ശരീരത്ത് മൊത്തം ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊന്തി സ്കിന്നിനേക്കാളും അപ്പുറത്താണ് ഈ തടിപ്പ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ശരീരത്ത് മൊത്തം ഇങ്ങനെ തടിപ്പാണ്. ഇങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോ കർത്താവ് ഇങ്ങനെ എന്താ പറയാ, വളരെ നാമാനം സൗഖ്യപ്പെട്ട ആ വചനത്തിന്റെ ഒരു ഇതാണ്, വളരെ പൈതങ്ങളുടെ ശരീരമുള്ളതുപോലെ ആയി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരീരം വളരെ സോഫ്റ്റായി കാണുന്നുണ്ട്, ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ ചെറിയ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിയതല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്ലീസ് ലോർഡ്. ആ ദിവസങ്ങളിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, വളരെ മാറ്റമില്ല. ഞാൻ പറഞ്ഞു, ഈ വചനം മാറ്റമില്ലാത്തതാണ്. രോഗത്തിന് മാറ്റമില്ലെങ്കിലും വചനം മാറ്റമില്ലാത്തതാ. അപ്പൊ നിങ്ങൾ ചില മേഖലകള് ക്രമീകരിച്ച് മാതാവിന്റെ മധ്യസ്ഥം പ്രത്യേകിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രത്യേകിച്ച് മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ കുറച്ച് പിറകിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ശക്തമായിട്ട് മാതാവിന്റെ മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ അവർ തുടങ്ങി. ആ കൊച്ചിന്റെ പൂർണ്ണമായിട്ട് ശരീരത്തിൽ ഒരു പാടുമില്ലാതെ മാറി. ഇന്ന് 8 മണിക്ക് വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചവർ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെയ് മാസം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം അവര് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവ് നമ്മളെ എല്ലാ മാസവും ചെയ്യുന്നത് പോലെ നമ്മളിന്ന് ചാരിറ്റി ഈ പ്രാവശ്യം ചെയ്യുന്നത് അങ്കമാലിലുള്ള ഒരു ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. ജോസ് ലങ് ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു മാർഗമില്ലാതെ നിൽക്കുകയാണ്. ജോസിന്റെ ഭാര്യയും 2 മക്കളും ഉണ്ട്. മാത്രമല്ല ജോസിന്റെ അപ്പനും അമ്മയും ജോസിന്റെ കുട്ടിയാണ് താമസിക്കുന്നത്. വേറെ ഒരു ജോലിക്ക് പോകാൻ ഒരു മാർഗവുമില്ല. അമ്മയ്ക്ക് നമ്മള് മാനസിക രോഗമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങള് തല്ലിപ്പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഒത്തിരി ഇതും ഇരിച്ചാൽ അങ്ങനെ ഒത്തിരി അവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബത്തിനാണ് ഈ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മള് ഏത് മാസം കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു പൈസ പോലും നമ്മൾ ബാക്കി വെക്കാറില്ല. അത് അതേപോലെ തന്നെ അവർക്ക് ഇതായിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇതിലിടാൻ. നമ്മൾ ഈ വ്യക്തിക്ക് പൈസയേക്കാൾ ഉപരിയായിട്ട് വചനം അയച്ച് ഇപ്പൊ അച്ഛൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്നേ ദിവസം നമ്മൾ പൊതുവെ ഫസ്റ്റ് ഫ്രൈഡേ നാട്ടില് 100 50 ചില മാസങ്ങളിൽ 150, കഴിഞ്ഞ മാസം 150, ഈ മാസം 100 പേർക്ക് എടത്തവയിലും ആലുവയിലുമായിട്ട് 100 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പൊ അവർക്കും വേണ്ടിയൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്താണ് കൊടുക്കുന്ന. പലരും അതിനു വേണ്ടി സഹായിച്ചു. എല്ലാവർക്കും നമുക്ക് ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു സഹായിച്ചു എന്നതിനേക്കാൾ ദൈവവചനം അവർക്ക് ആ ഭക്ഷണത്തോടൊപ്പം വേണ്ട സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം ഈ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ബുക്കിലെഴുതിയ പ്രാർത്ഥനകളും ഒക്കെ അച്ഛൻ ഈ നിമിഷം വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശു.